കാട്ടുപന്നിയുടെ ആക്രമണം തടയുന്നതിന് കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനുള്ള ഉത്തരവ് നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുവാനും സംസ്കരിക്കുവാനുമുള്ള ചെലവ് സർക്കാർ വഹിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കാട്ടുപന്നികളുടെ ആക്രമണം തടയുന്നതിന് വേണ്ടി കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവരൊരു പ്രയാസമായി പറഞ്ഞ് അതിനു വേണ്ടുന്ന ചെലവ് ആര് വഹിക്കുമെന്നായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിലൂടെ വെടിവെക്കാനും സംസ്കരിക്കാനുമുള്ള ചെലവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് നൽകുന്നതാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തുക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത്, രണ്ട് കാര്യം പറഞ്ഞല്ലോ, കാർഷിക വിളകൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി നടന്നുകൊണ്ടിരിക്കും. കാസർഗോഡ് കൂടുതൽ RRTOകളും ഫോറസ്റ്റ് സ്റ്റേഷനും ആലോചനയിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം കണ്ണൂർ മൊകേരി പഞ്ചായത്തിലെ വള്ളിയായിൽ കാട്ടുപന്നികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞയാഴ്ച കർഷകൻ മരിച്ച പശ്ചാത്തലത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നിർദ്ദേശപ്രകാരമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചത്. ഫോറസ്റ്റ് ഡിവിഷനു കീഴിലുള്ള അംഗീകൃത ഷൂട്ടർമാരായ ജോബി സെബാസ്റ്റ്യൻ, CK വിനോദ് എന്നിവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് തിരച്ചിൽ നടക്കുന്നത്. KP മോഹനൻ MLA, മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് P. വത്സൻ എന്നിവർക്ക് പുറമെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കർഷകരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ ആറളത്തെ കാട്ടാന ആക്രമണം ഉയർന്നുവന്നു. മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച് ആറളത്തെ വന്യജീവി ആക്രമണം തടയുമെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. ആറളത്തെ സവിശേഷമായ സാഹചര്യമാണെന്നും അതെങ്ങനെ മറികടക്കുമെന്ന് ഓരോ ആഴ്ച കൂടുന്തോറും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ ശ്രമം തുടരുമെന്നും നിയമസഭയിൽ എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. സാറേ, മന്ത്രി ഇപ്പോൾ തന്നെ പറഞ്ഞു, ആറളം ആദിവാസി മേഖലയിലെ 2 ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസം. അവിടെ ഒരു ആദിവാസി യുവതി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. ഇനിയൊരാൾ ആറളത്ത് ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ സർ എന്ന ചോദ്യത്തിന് അങ്ങേക്കും എനിക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് എന്ത് ഉത്തരം ഗവൺമെന്റ് ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കും? സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗ അക്രമം, പ്രത്യേകിച്ച് ആന അക്രമം ആദിവാസി മേഖലയിൽ, ആറളം പുനരധിവാസ മേഖലയിൽ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ? ആറളം ഫാമിൽ 2 പേരെ കൊലപ്പെടുത്താനിടയായ വന്യജീവി അക്രമം സംബന്ധിച്ച് നമ്മൾ 2 പേരുമാണ് അവിടെ 2 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. വളരെ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സർ, അവിടെ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച രൂപത്തിലുള്ള ജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, വളണ്ടിയർ സംഘടന, പോലീസ്, ഫയർ സർവീസ് ഇവരുടെ നേതൃത്വത്തിലൊരു ടീം അവിടെ അങ്ങയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങത് 2-3 തവണയായി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6-ാം തീയതി കണ്ണൂരിൽ വന്ന് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനുഷ്യസാധ്യമായ, ഒരു ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉറപ്പാണ് നമുക്ക് നൽകാനുള്ളത്. പക്ഷേ അങ്ങേക്കറിയാം, ആറളം ആറളം വനവും ആറളത്തിലെ ഫാമും തമ്മിലുള്ള, ഇപ്പോൾ ഫാമിലാണ് വന്യജീവികളുള്ളത്, കാട്ടിലല്ല. ആറളം ഫാമിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളാണ് ദൗർഭാഗ്യവശാൽ അവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന വസ്തുതയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ആറളത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ അവരെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.